ഇന്ന് ഡിസംബർ 3 അന്താരാഷ്ട്ര ഭിന്നശേഷി ദിനമാണിന്ന്. ഭിന്നശേഷിക്കരായിട്ടുള്ള ആൾക്കാർ സമൂഹത്തിൽ നേരിടുന്ന പ്രശ്നങ്ങളെ ഉയർത്തിക്കാട്ടുക, അവരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുക, അവരെ മുഖ്യധാരയിൽ എത്തിക്കുക എന്ന ലക്ഷ്യം വെച്ചിട്ടാണ് നമ്മൾ ഈ ദിനാചരണം നടത്തുന്നത്. ഈ ദിനത്തോടനുബന്ധിച്ച് പാലീവ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ ആക്കുളം ടൂറിസ്റ്റ് വില്ലേജ് വെച്ച് ഇന്നൊരു പരിപാടി നടക്കുകയാണ്. നമ്മുടെ ട്രാൻസ്പോർട്ട് കമ്മീഷണർ നാഗരാജ് ചകിലമാണ് മുഖ്യ അതിഥിയായിട്ട് എത്തിയിരിക്കുന്നത്. കൂടുതൽ വിശേഷങ്ങൾ നമുക്കറിയാം. രാവിലെ 10 മണി മുതൽ നടന്ന പരിപാടിയിൽ ട്രാൻസ്പോർട്ട് കമ്മീഷണർ നാഗരാജു ചകിലം IPS, വീൽചെയർ സഹയാത്രികയും സൈക്കോളജിസ്റ്റും മോട്ടിവേഷൻ സ്പീക്കറുമായ സിൻസി മറിയം മോണ്ട്ലിയും പാലിയം ഇന്ത്യ ട്രിവാൻഡ്രം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാലിയേറ്റീവ് സയൻസ് ഡയറക്ടർ ഡോക്ടർ സുനിൽ കുമാർ MM ചേർന്ന് ഡിസബിലിറ്റി പതാക വീശി പരിപാടി ഉദ്ഘാടനം ചെയ്തു. 40ഓളം ഭിന്നശേഷി സഹയാത്രികരും അവരുടെ കുടുംബാംഗങ്ങളും ഈ പരിപാടിയിൽ പങ്കെടുത്തു. ഭിന്നശേഷി സഹയാത്രികയും ചിത്രകാരിയുമായ അല്ലുമോളും ചിത്രകാരൻ സതീഷും രസകരമായ കാരിക്കേച്ചറുകൾ വരച്ചു നൽകി. ഭിന്നശേഷിക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി പല നിയമങ്ങളും പോളിസികളും നിർമ്മിക്കുന്ന സമയത്ത് അതിൽ ഭിന്നശേഷി സഹയാത്രികരായ ആളുകളെയും ഉൾപ്പെടുത്തണമെന്നും പൊതുസഞ്ചാര മേഖലയിൽ എല്ലാവരെയും ഉൾപ്പെടുത്തുന്ന രീതിയിൽ യാത്രാ സൗകര്യങ്ങളും ഉൾപ്പെടുത്തേണ്ടതുണ്ട് എന്നും ട്രാൻസ്പോർട്ട് കമ്മീഷണർ നാഗരാജു ചകിലം IPS അഭിപ്രായപ്പെട്ടു. പാലിയം ഇന്ത്യയുടെ ചെയർമാന്റെ എക്സിക്യൂട്ടീവ് സെക്രട്ടറി ആയിട്ടുള്ള ദീപമ്മമാണ് നമ്മുടെ കൂടെ ഉള്ളത്. മാമിനോട് പാലിയം ഇന്ത്യയുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് നമുക്ക് ചോദിച്ചറിയാം. എൻ്റെ പേര് ദീപ. ഞാനൊരു ടീച്ചറായിരുന്നു ബൈ പ്രൊഫഷൻ. ഞാൻ ഏകദേശം 16 വർഷം പിന്നെ ഇന്ത്യയുടെ പല സ്ഥലത്തും പഠിപ്പിച്ചിട്ടുണ്ട്. ഫൈനലി ഡൽഹിയിലായിരിക്കുന്ന സമയത്ത് എനിക്ക് ക്യാൻസർ വന്നു. അത് 2-3 എപ്പിസോഡ്സ് വന്നു. അങ്ങനെ ഞാൻ തിരിച്ച് നാട്ടിലോട്ട് വരുന്നത്. പേഷ്യൻസിൻ്റെ ദുഃഖങ്ങളും അവരുടെ ബുദ്ധിമുട്ടുകളും ഇപ്പം ഇവിടെയാണെങ്കിൽ നമ്മുടെ ഇരിക്കുന്നിടത്തുള്ള ഈ ഡിസേബിൾഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഡിഫറെൻ്റ്ലി ഏബിൾഡ് പേഷ്യൻസിൻ്റെ ബുദ്ധിമുട്ടുകളും ഇതൊക്കെ എന്നും കാണുന്നുണ്ട്. ഞാൻ ശരിക്കും ഞാൻ ഒരുപാട് എൻ്റെ സർജറീസിലൊക്കെ ഒരുപാട് നഴ്സുമാരെയൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ പാലിയം ഇന്ത്യയിൽ വന്നു കഴിഞ്ഞിട്ടാണ് ശരിക്കും മാലാഖമാരെ കണ്ടു തുടങ്ങിയത്. അവരുടെ സ്നേഹവും അവരെങ്ങനെ പേഷ്യൻസിനോട് ബിഹേവ് ചെയ്യുന്നു, ഡോക്ടേഴ്സിൻ്റെ ആ ഒരു പേഷ്യൻസ്, ഓരോ മനുഷ്യരും അവിടുത്തെ ഓരോ സ്റ്റാഫിലും ശരിക്കും കുത്തി നിറച്ചിരിക്കുകയാണ് ഈ കമ്പാഷൻ എന്ന് പറയുന്നത്. ആ കമ്പാഷൻ എന്ന് പറഞ്ഞ വേർഡ് എനിക്ക് ആദ്യമായിട്ട് അതിൻ്റെ മീനിങ് എനിക്ക് ലിറ്ററലി മനസ്സിലായത് ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷമാണ്. പിന്നെ ഞങ്ങൾ ഒത്തിരി പേഷ്യൻസ് ഞങ്ങളുടെ അണ്ടർ, ഓൾമോസ്റ്റ് ഒരു 4000+ പേഷ്യൻസ് ഞങ്ങളുടെ അണ്ടറുണ്ട്. ഇപ്പോൾ നമ്മുടെ കൂടെയുള്ളത് നാഷണൽ ലെവൽ പാരാ റൈഫിൾ ഷൂട്ടർ അഖിലാണ്. അപ്പോൾ അഖിലിന് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. എൻ്റെ പേര് അഖിൽ. ഞാൻ നാഷണൽ ലെവൽ പാരാഷൂട്ടറാണ്, റൈഫിൾ. ഇവിടെ ട്രിവാൻഡ്രം ആണ് സ്ഥലം. ഞാൻ ഇപ്പം പാർലമെൻ്റായിട്ട് ഏകദേശം എനിക്കിപ്പോൾ ആക്സിഡൻറ്റ് പറ്റിയിട്ട് 8 കൊല്ലത്തോളമായി. ഞാൻ ഇപ്പം പാർലമെൻറ്റിൽ വന്നിട്ട് ഏകദേശം ഒരു 6-7 കൊല്ലമാവും. എന്നെ ഒരുപാട് ഹെൽപ്പാണ്. ഇപ്പം മെഡിക്കൽ പരമായിട്ടായിരുന്നാലും മെൻ്റലി ആയിരുന്നാലും അല്ലാണ്ട് നമുക്ക് എന്തെങ്കിലും പുതിയ കാര്യങ്ങളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിരുന്നാലും എല്ലാത്തിനും ഭയങ്കര സപ്പോർട്ടീവാണ്. നമുക്ക് വേണ്ടിയിട്ട് മെഡിസിൻ, പിന്നെ ഹോം കെയർ, പിന്നെ അല്ലാണ്ട് നമുക്ക് എന്തെങ്കിലും കൺസൾട്ടേഷനും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അത് ചെയ്യും. തന്റെ പരിമിതികളെ എല്ലാം അതിജീവിച്ച് 12 സംസ്ഥാനങ്ങളോളം ഒറ്റയ്ക്ക് യാത്ര ചെയ്ത സുൽഫി എന്ന ആളാണ് നമ്മുടെ കൂടെ ഉള്ളത്. അദ്ദേഹത്തിന് എന്താണ് അനുഭവങ്ങൾ എന്ന് നമുക്ക് കേൾക്കാം. എൻ്റെ പേര് സുൽഫി എന്നാണ്. ഞാൻ കരമന സ്വദേശി, തിരുവനന്തപുരം. ഒരു ആക്സിഡൻറ്റ് പറ്റി സ്പൈനൽ കോഡ് ഇഞ്ചുറി ആയി 2.5 കൊല്ലത്തോളം ബെഡിൽ കിടപ്പായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു ട്രൈ സ്കൂട്ടറിൽ ഞാനിങ്ങനെ പുറത്തിറങ്ങി തുടങ്ങി. അപ്പോൾ എനിക്ക് വീട്ടിലും ഇതേ ഇരിപ്പാണ്, എവിടെ പോയാലും ഇങ്ങനെ ഇരിക്കാനേ പറ്റൂ. അപ്പോൾ എന്ത് വന്നാലും കുഴപ്പമില്ല. ഇൻഫെക്ഷന്, ബെഡ് സോർ, ഇതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മളെ ബാധിക്കുന്നത്. ഇത് രണ്ടും വരാതെ രീതിയിൽ ഇങ്ങനെ എങ്ങോട്ടെങ്കിലും പോകണം എന്ന് തോന്നിയിട്ട് ഞാൻ ഒറ്റയ്ക്ക് ട്രെയിനിൽ 12 സ്റ്റേറ്റിലേക്ക് പോയി. മഹാരാഷ്ട്ര, ഗുജറാത്ത്, കർണാടക, രാജസ്ഥാന്, പഞ്ചാബ്, അമൃത്സർ ടെമ്പിളിൽ, ഡൽഹിയിൽ, ഉത്തർപ്രദേശിൽ, ഇങ്ങനെ പോയി. ട്രെയിനിലാണ്, ഒറ്റയ്ക്കായിരുന്നു. എല്ലാ ട്രെയിനിലും എല്ലാ സൗകര്യങ്ങളും കിട്ടിയെന്ന് വരില്ല. എല്ലാ സ്ഥലത്തും നമുക്ക് എല്ലാ സൗകര്യവും കിട്ടിയെന്ന് വരില്ല. എന്നാലും അതിന് കുറേ ചെറിയ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനെക്കൊണ്ട് ഇത്രയും സ്ഥലം പോയി കറങ്ങി തിരിച്ച് വരാൻ പറ്റി. ഇനി അടുത്ത് ഒരു ടൂറും കൂടി പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നേപ്പാളിലേക്ക് പോകാനാണ്. അയ്യോ, എനിക്ക് ആക്സിഡന്റ് പറ്റി, ഇനി എനിക്ക് ജീവിതമില്ല, എനിക്ക് ഇനി പുറത്തിറങ്ങാൻ പറ്റൂല എന്ന് ചിന്തിക്കുന്ന ഓരോ വ്യക്തിയും പുറത്തിറങ്ങണം എന്നതാണ് എൻ്റെ ഇത്. കാരണം ഇത് കേൾക്കുകയോ അല്ലെങ്കിൽ അറിയുകയോ ചെയ്യുന്ന ആളുകൾക്ക് അതെ.
വരാനിരിക്കുന്ന പൊതുഗതാഗത സംവിധാനത്തിൽ ഭിന്നശേഷിക്കാരുടെ യാത്രാ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായുള്ള നടപടിക്രമങ്ങൾ അടുത്ത പൊതുയോഗത്തിൽ ചർച്ച ചെയ്യുമെന്നും ഉറപ്പു നൽകി. തുടർന്നുള്ള ചർച്ചാവേദിയിൽ വീൽചെയർ സഹയാത്രികർ പൊതുവിടത്തെ തങ്ങളുടെ ബുദ്ധിമുട്ടുകളെ പറ്റിയുള്ള വിശദമായ ചോദ്യോത്തര വേളയും നടന്നു. തുടർന്ന് രസകരമായ ഗെയിമുകളും കലാപരിപാടികളും നടന്നു.